ഹലോ, അസ്സലാമലൈക്കും. ഇപ്പം എന്തുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ആയിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ നമ്മളോട് പലതരം വീഡിയോസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും പലവിധം എല്ലാവർക്കും യൂസ് ചെയ്യണ ഒരു 5 ടിപ്സ്, നമ്മൾ അടുക്കളയിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ 5 ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയണത് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് പഞ്ചസാര. പഞ്ചസാര ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവില്ല. കാരണം ഒരാൾക്കും മധുരം ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും മധുരം ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീട്ടിലും ഈ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് മിക്കവാറും ചിലവരുടെ വീട്ടിലൊക്കെ ഉറുമ്പ് കടക്കാനുള്ള സാധ്യത ഉണ്ട്, ഉറുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ഡപ്പയിൽ ഈ കറിയാമ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഉറുമ്പ് മറ്റുള്ള സാധനങ്ങളൊന്നും ആ മണം കേട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അടുക്കില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്സ്. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിമുട്ട ചില സമയങ്ങളിൽ വേവിക്കുമ്പോൾ അത് പൊട്ടിയിട്ട് അതിൻ്റെ ഉണ്ണിയൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കാറുണ്ട്. അപ്പോൾ ആകെ ഒരുമാതിരി ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് കോഴിമുട്ടയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ വെച്ച പോലെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേവിക്കണ സമയത്ത് അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് വേവിച്ചെടുത്താൽ നമുക്കത് നല്ല രീതിയിൽ ഫ്രഷായിട്ട് കിട്ടും. അതാണ് രണ്ടാമത്തെ ടിപ്സ്. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിൽ ചോറ് വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ചെമ്പിൽ ചോറ് വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കുക്കറിൽ ചോറ് വെക്കുമ്പോൾ എല്ലാം നമ്മൾ തിളച്ചിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വിസിലടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവില്ല, എല്ലാം ഇതിൻ്റെ ചുറ്റും മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും പണി നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. അതുകൊണ്ട് ഈ സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് തിളച്ച് പോവില്ല. അതാണ് മൂന്നാമത്തെ ടിപ്സ്. നാലാമത്തെ ടിപ്സ് എന്ന് പറയണത് അരിപ്പാത്രത്തിൽ നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് വെച്ചിട്ട് അരി ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ ഒരു കറുത്ത പുഴുക്കളൊക്കെ ചില സമയത്ത് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പുഴുക്കൾ സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേപ്പിൻ്റെ ഇല ഇട്ട് വെച്ചിട്ട് അതിലേക്ക് അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷായിട്ട് കുറേ കാലം വരെ നമുക്ക് അരി അങ്ങനെ ഇരിക്കും. അതാണ് നാലാമത്തെ ടിപ്സ്. ഇനി അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയുടെ ഇല ഊരാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഊരിയെടുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ടിപ്സ്. അതായത് നമ്മുടെ വീട്ടിൽ അപ്പക്കോരി ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ വീട്ടിലും അപ്പക്കോരി ഉണ്ടാവും. അതായത് ആ ഓട്ട വരുന്ന അപ്പക്കോരി ഉണ്ടാവും. അപ്പോൾ അത് മുരിങ്ങയുടെ ഇല നുള്ളിയതിന് ശേഷം അതിൻ്റെ തണ്ട് ആ ഓട്ടയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിൽ കൂടെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മുരിങ്ങയുടെ ഇല ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് ആറാമത്തെ ടിപ്സ്. അപ്പോൾ ഇത്രയും ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇനിയും പുതിയ പുതിയ ടിപ്സുകളായിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.